ഇത് നമ്മുടെ അടുത്തൊരു എപ്പിസോഡാണിത്. ലാഗ് ചെറുതായിട്ടൊക്കെ ഉണ്ട്. പിന്നെ റെക്കോർഡിങ് ടൈം കാണാൻ വേണ്ടി ഞാനിത് ഇങ്ങോട്ട് വെച്ചോ, ഇത് ഹൈഡ് ആവുകയാണ്. അതെനിക്കറിയില്ല, എനിക്കത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് ബെഡ് ഉണ്ടാക്കണമെന്നാണ് കണ്ട്. ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓഫ് ക്യാമറ വർക്കിംഗ് ചെയ്യുന്നു. പിന്നെ ഞാനൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് മൈനിങ്ങിന് എന്ന് പറഞ്ഞ് കുറച്ച് കോളൊക്കെ മൈൻ ചെയ്ത് ടോർച്ചൊക്കെ ഉണ്ടാക്കി ഫുള്ള് നമ്മുടെ സ്പോണായപ്പോൾ ഒരു കേവ് ഉണ്ടിരുന്നില്ല, ആ കേവിൻ്റെ അടിയിൽ കറങ്ങി ഫുള്ള് ടോർച്ച് വെച്ച് ഇവിടെ സെറ്റാക്കി വെച്ചു. പിന്നെ നമുക്കിനി എൻഡർ ഡ്രാഗനെ കില്ല് ചെയ്യേണ്ട വർക്കിലോട്ട് പോവാം. ഇത് പെട്ടെന്ന് തീർക്കാൻ നോക്കുകയാണ് ഈ ഒരു മാപ്പ്. പെട്ടെന്ന് എൻഡർ ഡ്രാഗനെ കൊന്നിട്ട് ഈ ഒരു സീരീസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ലെസ് പ്ലേ എന്ന് പറഞ്ഞാൽ എൻഡർ ഡ്രാഗനെ കൊല്ലുക, വേറെ എന്തെങ്കിലും ഉണ്ടോ വെച്ചറിയില്ല. ഞാൻ ലെസ് പ്ലേ എന്ന് അങ്ങനെ തുടങ്ങി. എന്തായാലും നമുക്ക് വേറെ എന്തെങ്കിലും മാപ്പ് കിട്ടുകയാണെങ്കിൽ കളിച്ചാൽ 1 ബ്ലോക്ക് വർക്ക് ആവണമില്ല, ഓട്ടോ ബാക്ക് അടിയാം. അതെന്താ കാര്യമൊന്നും അറിയില്ല, ആ മാപ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഇപ്പോൾ കുറച്ച് നേരം മുന്നൊരു വർക്ക് ചെയ്തു ലാവ കിട്ടാൻ വേണ്ടിയിട്ട്. ലാവനെ ഇൻഫിനിറ്റി ആക്കുകയാണ്. ലാവനെ ഇങ്ങനെയുള്ള ഇൻഫിനിറ്റി ആക്കാൻ പറ്റുക, അല്ലാതെ എടുക്കാൻ കിട്ടില്ല. 3 വെച്ചിട്ട് വെള്ളം എടുക്കണ പോലെ, വാട്ടർ എടുക്കണ പോലെ ഇതിനെ ഇൻഫിനിറ്റി ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് ലാവ് ഒപ്പിച്ചണം, ഇതുണ്ടാക്കണം, നെതർ ഉണ്ടാക്കണം, അതിലോട്ട് വർക്ക് ചെയ്യണം. എൻ്റെ ബ്ലേസ് റോഡ് ഇതൊക്കെ എടുത്ത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇവിടെ ചെറിയൊരു ബിൽഡ് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. ഓണീൻ്റെ മുന്നേ നമുക്ക് കുറച്ച് ടൂൾസ് ഉണ്ടാക്കണം. ഫുഡ് ഇവിടെ ഷോക്കാണ്, ഫുഡ് കിട്ടാല്ല. നമുക്ക് കുറച്ച് ആക്സ് ഉണ്ടാക്കാം. ആക്സ് ഒരു 2 ഉണ്ടാക്കി കൊണ്ടുപോകാം. കുറച്ച് മരം മുറിച്ച, എന്നിട്ട് നമുക്ക് മരം കൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലും സെറ്റാക്കാം. എന്നാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ഫുഡ് ഇപ്പം തൽക്കാലത്തിന് എന്തെങ്കിലും തിന്നാൻ പറ്റിയ ഐറ്റം ഇല്ല അല്ലേ. തൽക്കാലത്തിന് പോകുന്നത് തിന്നല്ല. നമുക്കെന്നാ ഒരു കാര്യം ചെയ്യാം, ഇതിലൊന്നും ഇല്ല ചിക്കൻ എടുത്ത് പോവാം. ഇതിലൊന്നുമില്ല, അടിക്കെടുത്തിട്ട് ഈ ചിക്കൻ തൽക്കാലത്തിന് പിടിച്ചാൽ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാം. നമുക്ക് ഒരു USB ഹബ്ബ് മേടിച്ചണം. USB ഹബ്ബ് മേടിച്ചിട്ട് വേണം മൗസും കൂടി കണക്റ്റാക്കാം. ബക്കറ്റ് കൊണ്ടുപോകണ്ട, ബക്കറ്റ് നമുക്കിപ്പോൾ റയറാണ്. ബക്കറ്റ് ഇതിൽ കിടന്നോട്ടെ, ഒരു ബക്കറ്റ് ആണെങ്കിൽ കൊണ്ടുപോകാം. ഇനി നമുക്ക് മേലൊക്കെ ഒന്ന് ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടേക്കാൻ ഇടുക. ഇന്ന് കുറച്ച് സ്റ്റോറേജ് ഉണ്ട് എൻ്റെ ഫോണിൽ, അല്ലെങ്കിൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ എഡിറ്റ് ചെയ്യാത്തത്. ഫുഡ് എടുക്കാൻ മറന്നു, ഫുഡ് എടുക്കാതെ നമ്മൾ പോണത്. ഫുഡിൻ്റെ ആവശ്യമില്ല, നമുക്ക് ചത്താൽ മതി. ഹങ്കർ ബാർ പിന്നെ ഫുള്ളാവും. ഇനി ഇതിൻ്റെ മേലേക്ക് കയറണം, അതാണ് ഒരു ടാസ്ക്. ഈ മലൻ്റെ വല്ല മരവും കിട്ടണമെങ്കിൽ തന്നെ ഇതിൻ്റെ മേലെ കൊണം. പിന്നെ അതാണ് ഇവിടെ കണ്ടോ അലാക്കിൻ്റെ ഒരു കേവ്, അടിയിലേക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. വെള്ളം കൊണ്ടുപോകണം നല്ലതേക്കരം. വാട്ടർ, ഒരു ബക്കറ്റ് വെള്ളം മേലേക്ക് ഒഴിച്ച് കയറി പോവാം, അതേക്കരം നല്ലത്. അത് നല്ലതല്ല, ഇങ്ങനെ പോയാൽ ചാവും. ഇവിടുന്ന് ഇങ്ങോട്ടൊരു ബക്കറ്റ്, ഇങ്ങനെ മേലെ കയറാം. അത് ഐസായി, നമ്മളെ വെള്ളം ഐസായി. ചതിച്ചു, ബ്ലോക്ക് പൊട്ടിച്ച് ഇറങ്ങി. അത് ഏക്കര ഇപ്പം നടക്കുക. മേലേക്ക് കയറലും കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ്. മേലേക്ക് എത്തി. അങ്ങനെ ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് മരം മുറിച്ച് കൊണ്ടുപോകണം. കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കണം. പിന്നെ അത് കിട്ടൂല അല്ലേ, മരം കിട്ടൂല. നമുക്ക് താഴെ കുറച്ച് നിരത്തിയിട്ട് ഒരു ചെറിയൊരു പെര സെറ്റാക്കാം. തൽക്കാലികത്തിന് ഒരു സ്റ്റാർട്ടർ ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സ്റ്റാർട്ടർ ഹൗസ് സെറ്റാക്കിയിട്ട് വേണം ബാക്കി പരിപാടി. കാരണം അവിടെ തന്നെ നമുക്കൊരു നെതറും ഒക്കെ സെറ്റാക്കി എടുക്കണം. ഒരു സ്റ്റാക്ക് മരം മതിയാവും. ഒരു സ്റ്റാക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് പോവാം. ബോറടിക്കണം. മരം മുറിച്ച് നമുക്ക് മരത്തിൻ്റെ ഒരു ഫാമാണ് സെറ്റാക്കണം. ഓട്ടോമാറ്റിക് ട്രീ ഫാം എന്തെങ്കിലും D&D ഡൂപ്പറൊക്കെ വെച്ചാണ്ടേ, അതിനൊക്കെ ഒരുപാട് വളരണം മോനെ. ഇത് പെട്ടെന്ന് തീർത്തിട്ട് വേണം നമുക്ക് അടുത്ത സീരീസ് തുടങ്ങാം. ഞാനൊരു കിടിലം മാപ്പ് കണ്ടുവച്ചിരിക്കണേ, മാപ്പല്ല സീഡ്. ആ സീഡ് ഞാൻ ഇവിടെ ഡിലീറ്റിൻ്റെ സ്വിച്ചൊക്കെ അറിയാൻ നോക്കി. ഇന്ന് കാര്യം പറയാം, വീഡിയോ എടുക്കാൻ ഒരു ഇൻട്രസ്റ്റും കിട്ടണില്ല, എനിക്കൊന്നും കിട്ടണില്ല സംസാരിക്കാൻ. അങ്ങനെയാണെങ്കിൽ അധികം ലെങ്ത് ഉണ്ടാവില്ല ഇന്നത്തെ വീഡിയോ. അധികം ലെങ്ത് ഇല്ലാതെ ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഫുൾ സെറ്റാക്കി ഞാൻ തരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഒരു 10-15 മിനിറ്റിൽ നമുക്ക് സെറ്റാക്കാൻ പറ്റുമൊക്കെ.
ഈ അരമണിക്കൂറിൻ്റെ വീഡിയോ അറിയുമ്പോൾ തന്നെ ഇൻട്രസ്റ്റ് പോകും എല്ലാവർക്കും. ആവുമേ ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ. കാര്യം പറഞ്ഞാൽ ആ അരമണിക്കൂറിൻ്റെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. കണ്ടൻറ്റ് പറയുന്നു, കണ്ടൻറ്റ് എന്തായാലും ഒരു കടക്കുണ്ടാക്കി, അത്രമാത്രം. ആ ഒരു കടക്കുണ്ടാക്കണ വീഡിയോ ആണ് അരമണിക്കൂർ. എന്താല്ലേ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മരം സെറ്റായി നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കാം. വീടല്ല, ബേസ് ഇവിടെ വീടൊക്കെ കണക്കാണ്, വീടില്ല, ഉണ്ടാക്കാൻ പോണുള്ളൂ. അങ്ങനെയാണെങ്കിൽ ചത്തു, മിക്കവാറും നമ്മൾ ചാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷിഫ്റ്റൊക്കെ നെക്കിയിട്ടാണ് പോണത്. ഇതിലെ ഷിഫ്റ്റ് നെക്കിയിട്ടില്ലെങ്കിൽ ഒന്നായിട്ട് താഴേക്കും. ഇതേ താഴോട്ട് പോയതല്ല, വീണതാ. അതെന്താണ് അമ്പോ, നമുക്ക് ഡാമേജ് അടിച്ചു. ഇവിടെ അല്ല, ഇതിൻ്റെ മേലൊക്കെ പോകേണ്ടത്. എന്താ ഇവിടെ കയറണം. ഇവിടെ കയറിയിട്ടാണ് നമ്മളെ വീട് സെറ്റാക്കാൻ പോകുന്നത് ഈ ഒരു കേവിൽ. ചെറുതായിട്ടൊക്കെ ലാഗ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലോ റണ്ണറിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ലോ എന്ന് പറയുന്നത് 5 നമുക്കിതിൽ ഏറ്റവും കുറച്ച് കിട്ടുക. അതിലാണ് കിടക്കണം. എന്നിട്ട് തന്നെ ചെറിയ ലാഗ് ഇല്ല പോലെ തോന്നുന്നു. എന്നാൽ പിന്നെ നമുക്ക് വീട് സെറ്റാക്കാം. ഇതിൽ ഈ 10 എടുക്കുക. 10 എടുത്തിട്ട് ഇവിടെ വെക്കുക. എന്നിട്ട് ഇത് ഓരോന്നോരോന്ന് ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഇത് ഗതിയാണ് ഈ ഓരോന്നോരോന്ന് ക്രാഫ്റ്റ് ചെയ്യണം. ഒരു 20 മരം, ഒരു 35 മരം ബാക്കി വെച്ചിട്ട് ഫുള്ള് ക്രാഫ്റ്റ് ചെയ്യുക. അതൊക്കെ നല്ല 35 വരെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഇത് മാക്സായി. മാക്സ് ഇവിടെ ഇത് മതിയാവും. തൽക്കാലത്തിന് നമുക്ക് മരത്ര മതി. ഇനി നമുക്ക് വീട് പണിയാം. വീട് എവിടെ സെറ്റാക്കുന്ന? എൻ്റെ പിക്കാക്സ് എടുത്തിട്ട് ഒരു സ്ഥലം മാർക്ക് ചെയ്യണം ആദ്യം, വീടുണ്ടാക്കാൻ പറ്റിയ സ്ഥലം. ഇവിടെ നിന്ന് നിരത്തേണ്ടി വരുന്ന ഈ സ്ഥലം തന്നെ നമുക്ക് നിരത്തിയാലോ? അത് നല്ലൊരു ഐഡിയ കാരം. ഇത് ഫുള്ള് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഇത് ഫുള്ള് നമ്മൾ പൊട്ടിച്ച് സെറ്റാക്കി എടുത്തു. നമുക്കൊരു തൂണ് വെക്കണം വീടിൻ്റെ മേലക്ക്. തടസ്സമാണ്. മേലക്കും തടസ്സമുണ്ടല്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇവിടെ സെറ്റാക്കാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പെര സെറ്റാക്കാം. അവിടെ ക്രീപ്പറുണ്ട്. ഇവിടെ സെറ്റാക്കാം. ഇവിടെ ഒരു തൂണ് ഇവിടെ വരണം. പിന്നെ 1 2 5 ഇവിടെ വരിക. അപ്പം 5 സെറ്റാക്കണോ? അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പെട്ടിപ്പര എങ്ങനെ ഉണ്ടാവും? ഒരു പെട്ടിപ്പര സെറ്റാക്കാം നമുക്കിവിടെ. പെട്ടിപ്പര സെറ്റാക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യം നിരത്തണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒന്നും കൂടി അളവെടുക്കാം. 1 2 3 4 5. ഇവിടെ അടുത്ത തൂണ് കൊടുക്കാം. 1 2 3 4. ഈ 4 മതിയാവും. 3 4 5 1 2 3 4. പിന്നെ നേരെ സെയിം എടുക്കാം. 1 2 3 4 3 4. ഇനി ഇവിടെ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇത് അടിപൊളിയാവും. ഇനി നമുക്ക് ഇത് ഫുള്ള് ഫില്ല് ചെയ്യാം. കിട്ടിയ മരം വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. അതൊരു നല്ലൊരു ഐഡിയ ആണ്. ഇനി നമ്മൾ വാതിലുണ്ടാക്കാൻ വേണ്ടി പൊട്ടിച്ച് കളയണം. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. നമുക്ക് ഇത് ഫുള്ള് സെറ്റാക്കിയിട്ട് ലാസ്റ്റ് പൊട്ടിച്ച്, അല്ലെങ്കിൽ പിന്നെ ഇപ്പം തന്നെ ജനലിനില്ല ഭാഗം പൂട്ടാം. പക്ഷെ ജനൽ ഇടാൻ ഇതില്ല. ഗ്ലാസ് ഉണ്ടാക്കാൻ സാൻഡ് വേണം. അതെന്നാൽ കുറച്ച് പണിയാവുമല്ലോ. കറക്റ്റ് ബ്ലോക്ക് വെക്കാം. അതുകൊണ്ട് അത് നിലത്ത് തട്ടിയിട്ട് കുറച്ച് ചെരിച്ച് വെക്കണം. മൗസ് ആണെങ്കിൽ നടക്കുന്നത്. കീബോർഡിന് ചെരിച്ച് വെക്കൽ കുറച്ച് പണിയാണ്. അത് കുറച്ച് പണിയാണ്. തൽക്കാലം നമുക്ക് ഇങ്ങനെ ബ്ലോക്ക് വെക്കാം. എന്നാൽ പിന്നെ വേറൊരു ഐഡിയ ഉണ്ട്. ഇത് ചെയ്താൽ മതി. വീട് കൊളായി. ഇതൊക്കെ ഒരു വീടാണോ ചിലവർ ചോദിച്ചു. നമുക്ക് ഇങ്ങനത്തെ വീടൊക്കെ ഉള്ളൂ.
ഉണ്ടാക്കാൻ വയ്ക്കുക. ഇതവിടെ ഇതിൻ്റെ വാതിൽ വരണം. അപ്പം എങ്ങനെയുണ്ട്? അടിപൊളി വീടായില്ലേ? ഇനി ജനൽ ഇവിടെ ഒരു ജനലും ഇവിടെ ഒരു ജനലും. ഇത് അടിപൊളിയാവും. ഇവിടെ ഒരു ജനലും. ബാക്കിൽ നിന്നാൽ ഒന്നും വേണ്ട. ഇതിൽ ലാഭം എന്നെങ്ങനെ കിട്ടുമെന്നാവും. ഇനി റൂഫ് സെറ്റാക്കണം. റൂഫിനും ഇതന്നെ ഉപയോഗിച്ചാൽ, വേറെ പ്രത്യേകിച്ച് നമ്മളടുത്ത് ബ്ലോക്കൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് സ്ലാബാക്കി ഉപയോഗിച്ചാൽ അതേക്കണം നല്ലത്. ഇതൊരു പണിയാണ്. മേലോട്ട് ഇനിയും കയറണം. മേലേക്ക് സ്ലാബ് ഫുള്ളിഞ്ഞ് അവിടെ നിരത്തി വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇത് കുറച്ച് ലെങ്തി പ്രോസസ്. അങ്ങനെ തൽക്കാലത്തേക്ക് നമ്മൾ ഈ സ്ലാബ് ഇവിടെ ഫുള്ളാക്കി. ഇനി സൈഡും കൂടിയും വെക്കണം. അതും കൂടി സെറ്റാക്കാം. ഈ സൈഡിൽ വെക്കണത് കുറച്ച് റിസ്ക്കുള്ള പണിയാണ്. ഇപ്പോൾ നമുക്കിത് വേണ്ട, സൈഡിൽ വെക്കണം, അത് ലാസ്റ്റ് വെക്കാം. നമുക്കിനി അടുത്തത് എന്ത് ചെയ്യും? നമുക്ക് ഈ നിലം ഫുള്ളൊന്ന് നമ്മുടെ വുഡ് വെച്ചൊന്ന് സെറ്റാക്കാം. ടോർച്ച് പോയി. ടോർച്ച് ലൈറ്റ് നമുക്ക് വെക്കണം. ലൈറ്റ് ഇല്ലാത്ത എന്ത് പേരാ? നടുവിൽ ലൈറ്റും വെക്കാം. ബ്ലോക്ക് തികഞ്ഞില്ല, അപ്പോൾ ഫുൾ ബ്ലോക്കും കഴിഞ്ഞു വന്നു. അപ്പോൾ ഇനി ഇതൊന്ന് ബ്ലോക്കാക്കി എടുക്കണം. അപ്പോൾ വീട് ഫുള്ള് സെറ്റാക്കി. ഇനി വാതിലും ജനലും വെക്കാം. അപ്പോൾ നമുക്ക് ട്രാപ്പ് ഡോർ ഉപയോഗിച്ചാൽ ജനലിന് പകരം ഒരു വാതിലും കുറച്ച് ട്രാപ്പ് ഡോറും വെക്കാം. അടിപൊളിയായി നമ്മളെ പെര. ഇനി ട്രാപ്പ് ഡോർ വേണം. മൊത്തം 12 ട്രാപ്പ് ഡോർ വേണം. നല്ല കഥ. ഇത് ഇവിടെ ഒന്ന് ചാടി കജ്ജിന്ന് പോയി. ട്രാപ്പ് ഡോർ കാരണം കണ്ട് സ്ലാബ് എടുത്ത് വെച്ചു. ഇതാണ്. എന്നാൽ നമുക്ക് വേണമെങ്കിൽ ജനൽ വഴിയും ചാടാം. ജനൽ ചാടിയും പുറത്തേക്ക് പോവാം. ഇതൊരു വെറൈറ്റി ആയിരിക്കും. ഇത് പൊട്ടിച്ചെടുക്കാം. ഇത് കജ്ജിന്ന് ഇതിവിടെ നിൽക്കി. ഓക്കെ, നമ്മളെ വീട് സെറ്റായി. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? പിന്നെ നമുക്ക് കൊട്ടാരം പണിയണ വല്ല വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. അത് ഏത് മരം കൊണ്ടുണ്ടാക്കണ കൊട്ടാരാണെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് സ്പ്രൂസ് മരം കിട്ടിയോണ്ട് അതുകൊണ്ട് നമ്മളൊരു താജ്മഹൽ പണിത് ആക്സ് വെച്ചൊരു ക്ലിക്കും ചെയ്തേക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ചെറിയൊരു കണ്ടൻറ്റ്. നമുക്ക് അടുത്തത് നെതർ പോക്കാം. നെതർ പോകണമെങ്കിൽ ലാവ പൂൾ എന്തെങ്കിലും ഒപ്പിക്കണം. അതും നമുക്കൊന്ന് മൈൻഡ് ചെയ്ത് പോയേക്കുമ്പോൾ കിട്ടും എന്ന് വിചാരിക്കാം. കിട്ടിയ എന്തായാലും നമ്മൾ നെതർ ഉണ്ടാക്കി നാളത്തെ വീഡിയോ നെതർ എക്സ്പ്ലോർ ആക്കണം. അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ചെറിയ ഫുഡിന് എന്തെങ്കിലുമൊക്കെ ഒരു ഫാം സെറ്റാക്കാൻ നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കൃഷി എന്തെങ്കിലും സെറ്റാക്കിയിടാം നമുക്ക് അവിടെ. അതാണ് ഈ സൂര്യപ്രകാശം അടിച്ചാത്തതുകൊണ്ട് കൃഷിയൊക്കെ വലുതാവുമോ ഒരു സംശയം. അടിച്ച് വലുതാവേക്കാറല്ലേ, മൈൻക്രാഫ്റ്റ് അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ.